മാരാരിക്കുളത്തിന് ശേഷം 2001 മലമ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി VS എത്തിയ കാലം മുതൽ VSന്റെ സാരഥിയായി കൂടെയുണ്ടായിരുന്നത് പാലക്കാട് നെന്മാറ അളുവശ്ശേരി സ്വദേശിയായിട്ടുള്ള സുന്ദരനായിരുന്നു. സുന്ദരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുറേ ദിവസം SUT ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞാനൊരു 22 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ട്, അപ്പോൾ ഞങ്ങൾ ഇന്നെന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. ഞാനും നമ്മുടെ ശശി മാഷുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേനാണ് ഈ ഒരു ഞങ്ങൾ വീണ്ടും VS തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം ഇതായിപ്പോൾ. VSന് ഏറ്റവും പ്രിയപ്പെട്ടത് VSന്റെ ഒരു അംബാസഡർ കാറായിരുന്നു. 2001 മലമ്പുഴയിലേക്ക് വരുന്ന കാലത്ത് ആ കാറാണ് ഉണ്ടായിരുന്നത്. അതെ, കാറിന്റെ സാരഥിയായി തുടങ്ങിയതാണ്. അതെ, അംബാസഡർ മാത്രമാണ് VS കൂടുതലും ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴടക്കം നമുക്ക് വണ്ടി മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഡ്രൈവർ മാറിക്കോ എന്നുള്ള ആ ശൈലിയിലാണ്. അംബാസഡർ അല്ലാതെ VS വേറെ ഇതുമില്ല. പിന്നെ പുള്ളിയുടെ ആരോഗ്യം ഇതായപ്പോഴാണ് ഞങ്ങളെല്ലാം ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് വണ്ടി നമ്മൾക്ക് മാറ്റാനുള്ള ഒരു മാറ്റിയത്. കുറച്ചു കാലം മാത്രം, അല്ലാതെ ഫുൾ ടൈം VS CM ആയിരിക്കുമ്പോഴെല്ലാം അന്ന് ഏത് വണ്ടി വേണമെങ്കിലും കിട്ടുമായിരുന്നു നമുക്ക്. അപ്പോഴും ഈ അംബാസഡർ മതി, ആ ഒരു ഇതിൽ തന്നെ പോകുന്ന ഒരാളാണ്. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളെ ഒരു നിരാകാരം കിടക്കാൻ SFIയുടെ എന്തെങ്കിലും നിരാകാരം ഉണ്ടെന്ന് വെച്ചാൽ എന്ന കാലത്ത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നല്ല നമ്മൾ ചിന്തിക്കുക. VS അതല്ല. നാളെ രാവിലെ പോകണേ രാവിലെ ഇതിട്ട് കഴിക്കില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കണമല്ലോ, കഴിക്കാതെയാണ്. അങ്ങനെ VSന്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്ത ആ ഒരു തീരുമാനത്തിൻ്റെ ശൈലി തന്നെ പോകത്തുള്ളൂ. കർക്കശമായിട്ടുള്ള നിലപാടുകൾക്കെല്ലാം വലിയ പേരുകെട്ട ഒരു നേതാവാണ്. യാത്രയിലും ഈ കർക്കശമൊക്കെ ഉണ്ടായിരുന്നു? യാത്രയിലില്ല. യാത്രകൾ ഞങ്ങളുടെ കൂടെ എല്ലാം വളരെ നല്ല ഇതോട് കൂടിയിട്ടാണ്. പിന്നെ VS പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. VSന്റെ ഒരു 98 വയസ്സിലും VS ഹിന്ദി പഠിക്കുമായിരുന്നു. ഒരു കൊല്ലത്തുനിന്ന് ഒരു അധ്യാപകൻ വന്നിട്ട് ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു. പഠിക്കാൻ താല്പര്യമുള്ളായിരുന്നു. അപ്പോൾ VS പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായിരുന്നു. ഇത്രയും ഇതിലും വായനയിലൂടെ തന്നെ. അതേപോലെ ഹിന്ദി പഠിക്കണം പറഞ്ഞാൽ ഹിന്ദി അധ്യാപകം വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഡോർ നിന്ന് കൊടുക്കുമ്പോൾ ഹിന്ദിയിലാണ് മാഷിനോട് സംസാരിക്കുക. അത്രയും ഈ 98 വയസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു VS. സുന്ദരേട്ടനും VS തമ്മിലുള്ള കഥ പറഞ്ഞു കേൾക്കുമ്പോൾ എപ്പോഴും കേട്ടുള്ളൊരു കഥയാണ്. മലമ്പുഴയിലൂടെ ഒരു ദിവസം സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് ഇടേണ്ട സാഹചര്യം വരുന്നു. VS കാറിൻ്റെ അകത്ത് തന്നെ വീഴുന്നു. ആ സമയത്തൊക്കെ ഒരു ചീത്ത കേൾക്കുക അല്ലെങ്കിൽ ഒരു ഭയം തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഇല്ല. പെട്ടെന്ന് ബ്രേക്ക് എന്തോ ഒരു ഇത് വന്നപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാനത് കൈ കൊണ്ട് എൻ്റെ ഒരു കൈ സ്റ്റീരിങ്ങിൽ ഒരു കൈ ബാക്കിലേക്ക് എൻ്റെ കൈ പോയി. ഞാൻ ബ്രേക്ക് ചവിട്ടുന്ന എനിക്കറിയാമല്ലോ. VS സീറ്റിൽ കാല് നിലത്ത് മുട്ടാതെ ഇരിക്കുന്നത്. VS വീഴുന്നുള്ള VSൽ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചും എൻ്റെ കൈ ഇതായിട്ടാണ് താഴെ VS ഇരുന്നിട്ട് വീണ്ടും കയറിയിരിക്കുന്നു. എന്നിട്ടും ഒരു വാക്ക് പോലും VS ഒരു വാക്കും പറയില്ല. കാരണം സ്നേഹം മാത്രമേ ഉള്ളൂ VSന്. സ്നേഹമുള്ള മനസ്സിൽ സ്നേഹം വെച്ചിട്ട് മാത്രമേ ഇതാവുള്ളൂ. അല്ലാണ്ട് വേറൊരു രീതിയിൽ പുറത്ത് അഭിനയിക്കുന്നുള്ളത് VSനില്ല. മലമ്പുഴയിൽ വന്നപ്പോഴും മലമ്പുഴക്കാരെല്ലാം ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നൊരു എല്ലാം നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അതെ. മലമ്പുഴ ഞാൻ നെന്മാറക്കാരനായതുകൊണ്ടല്ല, ഞാൻ AK സെൻ്ററിൽ സ്റ്റാഫ് ആയതുകൊണ്ടാണ് VSന്റെ കൂടെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വിട്ടതാണ്. പിന്നെ അത് പിന്തുടർന്ന് ഇതായിട്ടില്ല, പുറകോട്ട് പോയിട്ടില്ല. പിന്നെ VSന്റെ കൂടെ തന്നെ. VSന്റെ കഴിഞ്ഞ് ഞാൻ വേറെ ആരുടെ കൂടെ പോകുന്നില്ല തീരുമാനിച്ച വ്യക്തിയായിരുന്നു. പല ഘട്ടങ്ങളിലും VS പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? കല്യാണത്തിനും അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ എല്ലാ കല്യാണം. അത് മാത്രമല്ല, VS ഒന്നും ഇതില്ലെങ്കിൽ നമ്മൾക്ക് VS ഒരു ദൈവത്തെ മാറ്റിയാണ് ഞാൻ കണക്കൂട്ടിരിക്കുന്നത്. VSനെ എന്താ പറയുക, നമ്മൾക്കിനി അത് വേറെ നമുക്ക് VSന്റെ അടുത്ത് വേറെ ഒന്നും ഇനി പറയാൻ. എല്ലാം തീർത്താൽ തീരാത്ത ആ ഒരു നഷ്ടം എങ്ങനെ ഉൾക്കൊള്ളും എന്നറിയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് VSന്റെ സാരഥി, അതായത് 20 വർഷത്തോളം VSന്റെ സാരഥിയായിരുന്ന സുന്ദരൻ ഉൾപ്പെടെയുള്ളത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.